ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ. ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടൊരു സംഭവമാണ്. അതായത് നമ്മൾ ബാങ്കിലൊക്കെ DD കൊടുക്കുന്ന പോലത്തുള്ളൊരു ഏർപ്പാടാണ് ഇന്ത്യ പോസ്റ്റൽ ഓർഡർ. പക്ഷേ അത് ചീറ്റിപ്പോയി, കാലഹരണപ്പെട്ടൊരു സംഭവമാണത്. ഇപ്പോഴും ഉണ്ടെന്നാലും അങ്ങനെ യൂസിൽ ഇല്ലാത്തൊരു നമ്മുടെ ഒരു സർവീസാണ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് അല്ലെങ്കിൽ DD പോലത്തെ നമുക്ക് പൈസ ഒരാൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി, ഇപ്പം ചെക്ക് കൊടുത്തിട്ട് നമ്മളത് കൊണ്ട് ബാങ്കിൽ കൊണ്ട് മാറുന്ന കണക്ക് നമുക്ക് പൈസ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ വഴി. അപ്പോൾ അത് അവർക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും മാറി പൈസയായിട്ട് കൊടുക്കും. അതാണ് ബേസിക്കലി ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സ്മോൾ എമൗണ്ട്സ് ആണ് ഇതുവഴി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇപ്പം ഇല്ല, എന്നാലും ഇങ്ങനെ പറയും ഇങ്ങനെ നിങ്ങളെ പൈസ ഇപ്പം ചിലയിടത്ത് നമ്മളടുത്ത് ഓപ്ഷൻ വെക്കത്തില്ലേ, പൈസ എങ്ങനെ അടക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഫീസൊക്കെ അടയ്ക്കാൻ പറയുമ്പോൾ അത് ആ പൈസ ഒരു 50 രൂപ നിങ്ങൾ DD ആയിട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലെ ചെക്കായിട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുന്ന പോലെ IPO ആയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് IPO എന്ന് പറയുന്നത്, ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ ഇതിനകത്ത് 8 ഡിനോമിനേഷൻസ് ആണുള്ളത്. അതായത് നമുക്ക് അയക്കാനുള്ളത് 1 രൂപയുടെ, പിന്നെ 2 രൂപയുടെ, 5 രൂപയുടെ, 7 രൂപയുടെ, 10 രൂപയുടെ, 20 രൂപയുടെ, 50 രൂപയുടെ, 100 രൂപയുടെ. ഇപ്പം അങ്ങനെ അപ്പം അത്ര 1, 2, 3, 4, 5, 6, 7, 8 ഡിനോമിനേഷൻസ് ഉണ്ട്. 1 രൂപ, 2 രൂപ, 5 രൂപ, 7 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ. അപ്പോൾ ഇതിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും 5 രൂപയ്ക്കും 7 രൂപയ്ക്കും 10 രൂപയ്ക്കും 1 രൂപ കമ്മീഷനാണുള്ളത്. പിന്നെ 20 രൂപയ്ക്ക് 2 രൂപ കമ്മീഷനുണ്ട്. 50 രൂപയ്ക്കാണെങ്കിൽ 5 രൂപ കമ്മീഷൻ. 100 രൂപയ്ക്കാണെങ്കിൽ 10 രൂപ കമ്മീഷൻ. അതായത് 10%. അതായത് 20ൻ്റെ 10% 2 രൂപ, 100ൻ്റെ ആകുമ്പോൾ അതിൻ്റെ 10% കമ്മീഷനായിട്ട് മേടിക്കും 10 രൂപ, 50ൻ്റെ 10% 5 രൂപ, അങ്ങനെ പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 13 രൂപയ്ക്കുള്ള IPO അയക്കണമെങ്കിൽ ഓപ്ഷൻ 13 രൂപയുടെ IPO ഇല്ല. അപ്പോൾ നമ്മൾ ഈ 10 രൂപയുടെ മേടിക്കുക, പിന്നെ ഒരു 2 രൂപയുടെ, പിന്നെ 1 രൂപയുടെ, അപ്പോൾ ഇതിലാണ് കൂട്ട് 13 രൂപയുടെ ആവും. അങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്ക് 3 രൂപ വരെ മാക്സിമം സ്റ്റാമ്പ് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ 7 രൂപയുടെന്ന് വെച്ചോ, 7 രൂപ വെച്ചിട്ട് നമുക്കൊരു 3 രൂപ, ഇപ്പോൾ 9 രൂപ വേണം. ഇപ്പോൾ 7 രൂപ വെച്ചിട്ട് 1 രൂപയുടെ 2 സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മതി IPOയിൽ, അതിൻ്റെ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിനകത്ത് ഒട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ 7+2 9 രൂപയുടെ വാല്യൂ കിട്ടും. അപ്പം അങ്ങനെ ഒട്ടിക്കണമെങ്കിൽ പോസ്റ്റേജ് സ്റ്റാമ്പ് 4 പോസ്റ്റേജ് സ്റ്റാമ്പ്സേ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അങ്ങനെ 4 പോസ്റ്റേജ് സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 രൂപ വരെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 2 രൂപ നമുക്ക് 7 രൂപ, ഇപ്പോൾ 9 രൂപയുടെ വേണം. അപ്പോൾ 1 രൂപയുടെ 2 സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ 50 പൈസയുടെ 4 വെച്ച് ഒട്ടിക്കുക, 4 കൂടാൻ പാടില്ല. പക്ഷേ ഈ സ്റ്റാമ്പ് ഒട്ടിച്ചുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് 100 രൂപയുടെ IPOയിൽ പറ്റത്തില്ലെന്നും പറയുന്നുണ്ട്. പിന്നെ കറൻസി പീരീഡാണ് 24 മാസം. 24 മാസമാണ് ഈ IPOയുടെ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിൻ്റെ കറൻസി പീരീഡ്, അതായത് വാലിഡിറ്റി പീരീഡ്. ഇപ്പോൾ ചെക്കിനൊക്കെ ഒരു വാലിഡിറ്റി പീരീഡ് ഉള്ള പോലെ ഇപ്പോൾ 24 മാസമാണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റി പീരീഡ്. പിന്നെ നമുക്കൊരു 12 മാസം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്കൊരു സെക്കൻഡ് കമ്മീഷനൊക്കെ ഒരു പൈസ എക്സ്ട്രാ അടച്ചിട്ട് ഈ സെക്കൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ പൈസയാണ് അത് കൊടുത്ത് നമുക്ക് 12 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 24 + 12 36, ആകെ 36 മാസമാണ് വിത്ത് എക്സ്റ്റൻഷൻ ഉൾപ്പെടെ 36 മാസമാണ് ഒരു IPOയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 24 മാസമാണ് വാലിഡിറ്റി. വേണമെങ്കിൽ നമുക്ക് പൈസ അടച്ച് സെക്കൻഡ് കമ്മീഷൻ അടച്ച്, സെക്കൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പൈസ മേടിക്കുന്നത് പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ രൂപത്തിലാണ്, അതുപോലെ അടച്ച് നമ്മളത് 12 മാസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, അങ്ങനെ 24 + 36 എന്ന് പറയുന്നത് 36 മാസമാണ് മാക്സിമം ഒരു IPOയ്ക്ക് വരാവുന്ന പീരീഡ്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം വരും, അതായത് 3 ചോദ്യം ഞാൻ വായിക്കാം. കറൻസി പീരീഡ് ഓഫ് ആൻ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ്. അപ്പോൾ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 24 മന്ത്സ് ഫ്രം ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ ഓർഡർ വാസ് ഇഷ്യൂഡ്. ആ IPO ഇഷ്യൂ ചെയ്ത മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസം തൊട്ട് 24 മാസം വരെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമം പീരീഡ് ഓഫ് കറൻസി ഓഫ് ആൻ IPO എന്ന് പറയുമ്പോൾ എന്തോ എഴുതും, മറ്റേത് കറൻസി പീരീഡ് ഓഫ് ആൻ IPO, അപ്പോൾ 24 മാസം. മാക്സിമം പീരീഡ് ഓഫ് കറൻസി എന്ന് പറയുമ്പോൾ 24 പ്ലസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന 12 മാസം, അപ്പോൾ 36 മാസമാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തെറ്റിപ്പോരുത്. കറൻസി പീരീഡ് എന്ന് ചോദിക്കുമ്പോൾ 24 മാസമാണ്,
മാക്സിമം പീരീഡ് ഓഫ് കറൻസി എന്ന് പറയുന്നത് 36 മാസമാണ്. എക്സ്റ്റൻഷൻ എത്ര മാസമാണ് കിട്ടുന്നത്? 12 മാസം. അത് സെക്കൻഡ് കമ്മീഷൻ നമ്മൾ അടച്ചിട്ടാണ്, അത് പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ രൂപത്തിലാണ് അടയ്ക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്നത് EIP ആണ്, അതായത് ഇലക്ട്രോണിക്കലി ക്യാൻ ബി പർച്ചേസ്ഡ് ഓൺലൈൻ ഇൻ ഇലക്ട്രോണിക് ഫോം. മറ്റേ നമ്മൾ ഒരു പേപ്പറാണ്, ഒരു എന്തോ ഒരു DD പോലെ ഒരു പേപ്പറാണ് ഈ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ടു അഡ്രസ്സ് എഴുതണം, പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് അതിൻ്റെ അഡ്രസ്സ്, അവിടുത്തെ പോസ്റ്റ് ഓഫീസ്, അതൊക്കെ എഴുതണം. പിന്നെ അതിനകത്ത് നമ്മുടെ ആരയക്കുന്നത് എഴുതണം. പിന്നെ അതിനകത്തൊരു നമ്പറുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ചെക്കിനൊക്കെ നമ്പർ ഉള്ളവനൊക്കെ ഈ IPOയ്ക്ക് ഒരു നമ്പർ ഉണ്ടാവും. അത് ഈ IPO എന്ന് പറയുന്നത് 2 ഭാഗമായിട്ട് കീറിയെടുക്കാൻ പറ്റുന്നൊരു ഫോം പോലെയാണ്. നമുക്ക് ഒരെണ്ണം കീറി നമ്മുടെ കയ്യിലൊരു ടോക്കൺ പോലെ വെച്ചിരിക്കാം, കൗണ്ടർ ഫോയിൽ. അപ്പോൾ ഈ IPO എല്ലാം കൂടെ നഷ്ടപ്പെട്ടാൽ നമ്മൾ അത് കൊടുത്താണ് നമ്മളത് റീപേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിൻ്റെ കീറി ഇല്ല EMI കീറുന്ന കണക്ക് ഒരു ഭാഗം കീറി നമ്മുടെ കൈ വെച്ചിരിക്കുക. അപ്പോൾ കൈ കീറുന്ന ഭാഗത്തും നമ്മൾ അയക്കുന്ന ഭാഗത്തും ഈ നമ്പർ ഉണ്ടാവും IPOയുടെ. അപ്പോൾ പറഞ്ഞു വന്നത് EIPO എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻലി ഫോർ ഇന്ത്യൻ സിറ്റിസൺസ് ലിവിങ് എബ്രോഡ് ത്രൂ ഫോർ പേയിങ് RTI ഫീ. അതായത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പുറത്ത് എബ്രോഡ് താമസിക്കുന്ന ഇന്ത്യൻ സിറ്റിസണാണ്. അവർക്ക് RTI ഫീ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ, അതിനുള്ള ഫീ അടയ്ക്കാനൊക്കെയാണ് ഉപയോഗപ്പെടുന്നത്. നൗ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ഇന്ത്യൻ സിറ്റിസണും ഇപ്പോൾ ഉപയോഗിക്കാം. മെയിൻലി ഉപയോഗിക്കുന്നത് വിദേശത്തുള്ള ഇന്ത്യൻ സിറ്റിസണിന് RTI ഫീ ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് EIPO. ഇപ്പം നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ഉപയോഗിക്കാം. അത് നമുക്കൊരു പോർട്ടലുണ്ട്, www.epostoffice.gov.in. അതിനകത്ത് കയറി നമുക്ക് അതിൻ്റെ സർവീസ് കിട്ടും. പിന്നെ അതിൻ്റെ EIPOയുടെ പ്രിൻ്റ് ഔട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് IPOയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഫിലാറ്റലിയാണ്. ഫിലാറ്റലി എന്ന് പറയുന്നത് അതൊരു ഹോബി ഓഫ് കളക്ഷൻ ആൻഡ് സ്റ്റഡി ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് പോസ്റ്റൽ സ്റ്റേഷനറീസ്. അത് സ്റ്റാമ്പിൻ്റെ കളക്ഷൻ, പിന്നെ പോസ്റ്റൽ സ്റ്റേഷനറീസ് കളക്ഷനെ കുറിച്ചുള്ള സ്റ്റഡി, ഇതൊക്കെയാണ് ഫിലാറ്റലി എന്ന് പറയുന്നത്. അതൊരു ഹോബിയാണ്. സ്റ്റാമ്പ് കളക്ഷൻ. പിന്നെ ഉള്ള അന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്ത് എവിടെയാണ്? അത് ഇംഗ്ലണ്ടെന്നാണ് ഉത്തരം. പിന്നെ അതിൻ്റെ പേര് പെന്നി ബ്ലാക്ക് എന്നാണ് ആ സ്റ്റാമ്പിൻ്റെ പേര്. അത് ഇഷ്യൂ ചെയ്ത വർഷം 1840. പിന്നെ ഈ ഫിലാറ്റലി, അതായത് ഈ സ്റ്റാമ്പ് കളക്ഷനാണ് കിങ് ഓഫ് ഹോബീസ് എന്നും അല്ലെങ്കിൽ ദ ഹോബി ഓഫ് കിങ്സ് എന്നും പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് സിന്ധ് ടാക്കാണ്, ഫസ്റ്റ് സ്റ്റാമ്പ് ഇൻ ഇന്ത്യ. അത് 1852 ഇഷ്യൂ ചെയ്തത്. പിന്നെ അടുത്തത് പറയുന്നത് ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ സ്റ്റാമ്പ് കളക്ഷനുമായിട്ട് അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഫിലാറ്റലിക് ബ്യൂറോകളുണ്ട്. ഫിലാറ്റലിക് ബ്യൂറോകൾ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ആ ഫിലാറ്റലിക് ബ്യൂറോ വഴി നമുക്ക് ഇങ്ങനെ ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്റ്റാമ്പുകൾ, പോസ്റ്റൽ സ്റ്റേഷനറീസ്, ഇങ്ങനെ ആ ഹോബിയുള്ളവർക്ക് ഫ്രഷായിട്ടുള്ള പുതിയ സ്റ്റേഷനറീസൊക്കെ ലഭ്യമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫിലാറ്റലിക് ബ്യൂറോ വഴി തുടങ്ങാം. പിന്നെ ഫിലാറ്റലിക് കൗണ്ടേഴ്സ് ആർ ഫങ്ഷനിങ് അറ്റ് ആൾ ഹെഡ് പോസ്റ്റ് ഓഫീസസ്. ഫിലാറ്റലിക് കൗണ്ടേഴ്സ് ഉണ്ട്. ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് ഓഫ് 200 നമ്മൾ മിനിമം ഡെപ്പോസിറ്റായിട്ട് അടയ്ക്കണം. അപ്പോൾ അതൊക്കെ അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ. മിനിമം ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ട ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് മിനിമം ആയിട്ട് അടയ്ക്കേണ്ട ഡെപ്പോസിറ്റ് എത്രയാണ്? 200 രൂപ. പിന്നെ അടുത്ത് പറയുന്നത് ഡെഫിനിറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പോസ്റ്റൽ സർവീസിൽ ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകൾ, അതായത് പല ഡിനോമിനേഷൻസിലുള്ള സ്റ്റാമ്പുകൾ, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാമ്പുകൾ, ഇതൊക്കെയാണ്. അതായത് ഒരു കൺട്രിയിലെ റെഗുലറായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പോരുന്ന സ്റ്റാമ്പ് യൂസേജ് ഉണ്ടല്ലോ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാമ്പാണ് ഡെഫിനിറ്റ് സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത്. ഇനി കമ്മമറേറ്റീവ് സ്റ്റാമ്പുണ്ട്. കമ്മമറേറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ആദരിക്കലിന് വേണ്ടിയുള്ള സ്റ്റാമ്പുകൾ, അതായത് ഇമ്പോർട്ടൻസ് ഈവൻസിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാമ്പുകൾ. പിന്നെ നമ്മുടെ രാജ്യത്തെ പല മഹത് വ്യക്തികളുടെ പടങ്ങളുള്ള സ്റ്റാമ്പുകൾ, നേച്ചറിൻ്റെ ഫോട്ടോ ഉള്ളത്, പിന്നെ അങ്ങനെ എന്തെങ്കിലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, പിന്നെ ഗെയിമുകൾ, ഇതിൻ്റെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാമ്പുകളുണ്ട്. അതെന്ന് പറയുന്നത്
ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലാണ് അത് പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് പിന്നെ റീപ്രിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. അത് ഒറ്റ പ്രിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ പ്രിൻറ്റ് അതിൻ്റെ സ്റ്റോക്ക് തീരുമ്പോൾ അത് പിന്നെ അത് തീരുക അങ്ങനെയുള്ള സ്റ്റാമ്പുകൾ. പിന്നെ അത് റീപ്രിൻറ്റ് ചെയ്യത്തില്ല. റീപ്രിൻറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റാമ്പുകളാണ് ഡെഫിനിറ്റ് സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത്. അതുപോലെ റീപ്രിൻറ്റ് ചെയ്യാത്ത ഇങ്ങനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ മഹത് വ്യക്തികളുടെ പടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സസ്യജാലങ്ങൾ, ഗെയിമുകൾ ഇതൊക്കെ പ്രിൻറ്റ് ചെയ്ത് വരുന്ന ഒറ്റ പ്രിൻറ്റിങ് ചെയ്യുന്ന അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ പ്രിൻറ്റ് ചെയ്യുന്ന സ്റ്റാമ്പുകളാണ് കമ്മമറേറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. പിന്നെ മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അൺയൂസ്ഡ് സ്റ്റാമ്പ്സിനെയാണ് മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് അതൊരു ഫിലാറ്റലിയായിട്ട് റിലേറ്റ് ചെയ്യുന്നവർക്ക് ഉള്ളൊരു ടേമാണിത് മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാത്ത സ്റ്റാമ്പുകൾ, അതായത് നമ്മളത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുള്ള ഫ്രഷ് സ്റ്റാമ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫിലാറ്റലിക് ഹോബിയുള്ളവർക്ക് ഭയങ്കര വിലയുള്ള സാധനമാണ് മിൻറ്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അത് ഒത്തിരി കാലം കഴിഞ്ഞാലും അത് ഉപയോഗിക്കപ്പെടാത്ത ഒരു ഫ്രഷ് സ്റ്റാമ്പാണ്, അതാണ് മിൻറ്റ് സ്റ്റാമ്പ്. പിന്നെ അടുത്ത പറയുന്നത് മൈ സ്റ്റാമ്പാണ്. മൈ സ്റ്റാമ്പ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കും, നമ്മുടെ ഇടയ്ക്ക് മേളയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് മൈ സ്റ്റാമ്പ്. അതായത് നമ്മുടെ തന്നെ ഫോട്ടോ സ്റ്റാമ്പിൽ അടിച്ചു വരും. ഇന്ത്യ പോസ്റ്റ് കസ്റ്റമേഴ്സ് ഫോട്ടോഗ്രാഫ് ആൻഡ് ലോഗോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇമേജസ് ഓഫ് ആർട്ട് വർക്ക്, ഹെറിറ്റേജ് ബിൽഡിങ്, ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ സിറ്റീസ്, വൈൽഡ് ലൈഫ്, അതർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ഇത് നമുക്ക് ഒരു അതിൻ്റെ ഷീറ്റിൽ അടിച്ചു തരും. ഇത് പിന്നെ അതിനകത്ത് ചോദ്യം എന്ന് പറയുന്നത് മൈ സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വേൾഡ് ഫിലാറ്റലിക് എക്സിബിഷനാണ്. അത് ഇൻഡിപെക്സ് 2011 അതിൻ്റെ പേര്. ആ ഒരു എക്സിബിഷനകത്താണ് മൈ സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ. പിന്നെ ദിസ് സ്കീം ഈസ് അവൈലബിൾ ഇൻ സെലക്റ്റഡ് ഫിലാറ്റലിക് ബ്യൂറോ, സെലക്ട് ചെയ്ത ഫിലാറ്റലിക് ബ്യൂറോകളിലും പിന്നെ ഫിലാറ്റലിക് കൗണ്ടേഴ്സിലും പിന്നെ ഇമ്പോർട്ടൻ്റ് പോസ്റ്റ് ഓഫീസിലും ഇത് ലഭ്യമാണ്. പിന്നെ പോസ്റ്റ് ഓഫീസ് സിറ്റിയോടെ ടൂറിസ്റ്റ് പ്ലേസുള്ള പോസ്റ്റ് ഓഫീസിലും ഈ സൗകര്യം ലഭ്യമാണ്. ഇപ്പം 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ 5 രൂപയുടെ 12 സ്റ്റാമ്പുകളുള്ള ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ 300 രൂപയാണ് ചാർജ് മൈ സ്റ്റാമ്പ് നമുക്ക് കിട്ടുന്നതിന്. പിന്നെ അതിനകത്ത് 5 രൂപയുടെ സ്റ്റാമ്പാണ്, അത് 12 എണ്ണം ഉള്ള ഷീറ്റാണ് കിട്ടുന്നത്. പിന്നെ കസ്റ്റമർ ID പ്രൂഫ് കൊണ്ടുവരണം, പിന്നെ ഫോട്ടോയും കൊണ്ടുവരണം. പിന്നെ അടുത്ത ദീൻ ദയാൽ സ്പർശ് യോജന. ഇതൊന്നും മറ്റേ നമ്മുടെ വേറെ യോജന നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിനകത്തൊക്കെ ചോദ്യം വരുന്ന ചാൻസ് വളരെ കുറവാണ്. ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത് സ്പർശ് SPARSH, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഫോർ പ്രൊമോഷൻ ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ഇൻ സ്റ്റാമ്പ്സ് ആസ് എ ഹോബി എന്ന് പറയുന്നത്. ഇത് സ്കോളർഷിപ്പ് ആണ് സംഭവം, കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, ആനുവൽ സ്കോളർഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ആനുവൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനകത്ത് എത്ര ക്ലാസ് വരെയുള്ള പിള്ളേരാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 6ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെയുള്ള പിള്ളേരാണ് ഇതിന് കൺസിഡർ ചെയ്യുന്നത്, അവർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പിന്നെ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നില്ല. അത് ചോദ്യം സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ എത്ര 6ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ്സിനിടെയുള്ള പിള്ളേർക്കായിരിക്കും. പിന്നെ അതിൻ്റെ ഫുൾ ഫോം ഇതൊരു സ്കോളർഷിപ്പ് സ്കീമാണ്, സ്കോളർഷിപ്പ് ഫോർ പ്രൊമോഷൻ ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ഇൻ സ്റ്റാമ്പ്സ് ആസ് എ ഹോബി, അതൊക്കെ അതിനകത്ത് ചോദിക്കത്തുള്ളൂ. പിന്നെ അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ഇപ്പോൾ ഒരു നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ 6ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ പിള്ളേർക്കും സ്കോളർഷിപ്പ് കൊടുക്കുകയല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്കോളർഷിപ്പ് നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ വകയിൽ ഈ ദീൻ ദയാൽ സ്പർശ് യോജന വഴി സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അത് ഇന്ത്യയിലൊരു റെക്കഗ്നൈസ്ഡ് സ്കൂളായിരിക്കണം, ആ സ്കൂളിനൊരു ഫിലാറ്റലിക് ക്ലബ്ബ് ഉണ്ടായിരിക്കണം, അതിനകത്ത് ഉള്ള ആ കുട്ടികളതിനകത്ത് അംഗമായിരിക്കണം. പിന്നെ അതിനകത്ത് കുറച്ച് പ്രോജക്റ്റൊക്കെ അവർ നടത്തും, പ്രോജക്റ്റ് വർക്കൊക്കെ നടത്തും. അതിനകത്തൊക്കെ നല്ല സ്കോർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ദീൻ ദയാൽ സ്പർശ് യോജനയ്ക്കകത്ത്. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ ഈ സ്റ്റാമ്പ് കളക്ഷൻ നല്ലൊരു ഹോബിയായിട്ട് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതാണ് അത്രയുള്ള കാര്യം.